ഞങ്ങളെ ചെണ്ടുമല്ലി തൈയൊക്കെ നല്ല വലുപ്പമായി തുടങ്ങിയാണ്. പക്ഷെ അത് കട്ട് ചെയ്യുന്ന സമയം തെറ്റിപ്പോയി. ഇതവിടെ മുട്ടായി തുടങ്ങി. ഉണ്ടാ ഇത് മുട്ടായി തുടങ്ങിയാണ്. അപ്പോൾ അത് ചെക പൊട്ടണമെങ്കിൽ എത്ര തൂമ്പ് വന്നാലേ ചെക പൊട്ടാനാണ്. അപ്പോൾ ആ ചെക പൊട്ടണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു വലുപ്പത്തിനായിട്ട് കട്ട് ചെയ്യാണ്, ചെക വന്നോട്ട് വെച്ചിട്ട്. അപ്പോൾ ഇത് വലിയ വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. കാരണം ഇത് കുഴിച്ചിടുമ്പോൾ ചെക ഇട്ട് വന്നോട്ടെ. അപ്പോൾ എത്ര നീളത്തിലാണ് കട്ട് ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അത് ചെക വെട്ടാഞ്ഞാൽ ചെക പൊട്ടിയാലല്ലേ ചെക പൊട്ടിയതിനുണ്ടാവും തെഴു വന്നത്. ഇതിനൊക്കെ തെഴു വന്ന് തുടങ്ങി. അപ്പോൾ ഞാനൊരു സങ്കടമാണ്. കാരണം വളർച്ച നിന്ന് പോകുമല്ലോ എന്നതിൽ ആണിത് ചെക വെട്ടാനൊരു മടി. എല്ലാ ഗ്രോത്തിലാണ് വരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് വളമൊന്നും ഇതിന് ഞാൻ ഇട്ടിട്ടില്ല. ഇംഗ്ലീഷ് വളം ഇന്ന് ഇടുകയുള്ളൂ. വെറും ചാണകവെള്ളം മാത്രം പാർന്നതാണ്. ചെണ്ടുമല്ലീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വെട്ടി സാധനം നമുക്ക് കുഴിച്ചിടുക, അതും നമുക്ക് തയ്യായി മാറും. അങ്ങനെ ഒരു ഗുണമുണ്ട്. വേരിറങ്ങുന്ന സാധനമാണിത്. ഇതേമാതിരി നമ്മൾ കുഴിച്ചിട്ടാൽ അതും നമുക്ക് തയ്യായി മാറും. അപ്പോൾ ഞാൻ ഇതിന് വളം കൂടെ ഇടണ്ട കേട്ടോ. വളമിട്ടാൽ വളറിൻ്റെ സമയം തെറ്റിക്കണ്. അപ്പോൾ എല്ലാവരും ഇതിന് യൂറിയാണ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ യൂറിയല്ല ഇടണത്. ഞാൻ 16 ഇടണത്. എൻ്റെ അടുത്ത് കാരണം അതേ ഉള്ളേനി, അതിനുകൊണ്ടാണ് ഇടണത്. ഇപ്പോൾ രോഗങ്ങൾ വരണ്ട കേട്ടോ അതിന്. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. അപ്പോൾ ഞങ്ങളെ ചെണ്ടുമല്ലിക്ക് ഇട്ടത് 16 ഇനി കുറച്ചും കൂടെ ഇതാണ്ട്. ഞാനിതൊന്ന് മഴ പെയ്താൽ എല്ലായിടത്തും വളമൊക്കെ എത്തിക്കോളും. നല്ല കരുത്തിലാണ് വരുന്നത്. ഇത്ര കരുത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി വെറും പശുവിൻ്റെ ചാണം മൂത്രം മാത്രമാണ് ഇതിന് പൊഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലേശം ഇംഗ്ലീഷ് വളം തൂളിച്ച് കൊടുത്താണ്. ഇത് നമ്മളൊരു വീട്ടാവശ്യത്തിന് ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ ഫുള്ള് ഉണ്ടാക്കിയതിന് ഒരു 40-40 സെൻറ്റിൽ ഞങ്ങൾ മൊത്തം ഉണ്ടാക്കി. ലാഭകരമൊന്നുമില്ല. ഇനി ഓണം കഴിഞ്ഞിട്ടായത്, അതിനുകൊണ്ട് ലാഭകരമല്ല. ഇപ്രാവശ്യം ഓണത്തിനാവുന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ അതിൻ്റെ മുന്നേത്തൊരു കൊല്ലം ഒച്ച് തിന്നാഞ്ഞ് അങ്ങനെ ഒരുപാട് പൈസ പോയി. അപ്പോൾ നമ്മളത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എൻ്റെ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.